ശ്യാംരാജ് ഇവിടെ നോക്കൂ, സ്വന്തം ഡ്രൈവർ ഉടായ്പിലൂടെ, ഫോർജറിയിലൂടെ, ക്രമക്കേടിലൂടെ വോട്ട് ചേർത്ത കാര്യമടക്കമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. അത് ചോദിക്കുമ്പോൾ വാനരന്മാർ പലതും പറയുന്നു എന്ന് സുരേഷ് ഗോപിക്ക് പറയാം. സുരേഷ് ഗോപി പോലും പറഞ്ഞുകൂടാ. കാര്യം എന്താണ്? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. നോക്കൂ, വീട്ടുപേര് വട്ടപ്പൂജ ഒന്നല്ല, ആയിരങ്ങൾ. എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കമ്മീഷൻ മോഡുലേഷൻ മാറ്റുന്നു. ദയ, കരുണ, അനുതാപം പോലെയുള്ള വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറയുന്നു. ആപ് ലോഗ് ഭാഗ്യവാൻ ഹേ, കഹി ലോഗോം കെ പാസ് ഘർ നഹീ ഹേ, ജഹാ വോ വ്യക്തി രാത് പർ സോനെ ആത്തെ ഹേ, കഹി ബാർ സടക് കെ കിനാരെ, കഹി ബാർ ഫൂൽ കെ നീച്ചെ, ഏ ഹമാരാ ഗരീബ് മദ്ദാത്താ ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകമാണ്. കഥ പറയുമ്പോൾ സിനിമയിൽ ബാർബറാം ബാലിനെ ഓർക്കുമ്പോൾ മമ്മൂട്ടി വിതുമ്പും പോലെ വിതുമ്പേനെ കമ്മീഷൻ ഒന്നുകൂടി ചോദിച്ചിരുന്നെങ്കിൽ. ഈ കാണുന്ന എല്ലാ ആൾക്കാരും ബുദ്ധിയില്ലാത്ത നിരക്ഷര കക്ഷികൾ എന്നാണോ കമ്മീഷന്റെ ധാരണ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ ശ്യാംരാജ്? ഹാഷ്മി, നിങ്ങളിപ്പോൾ എന്നോട് ഈ ചോദിച്ച ചോദ്യം നാടകമാണോ എന്നുൾപ്പെടെയുള്ള ചോദിച്ച ചോദ്യം, അത് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ശ്രീ ജോൺ ബ്രിട്ടാസോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അത് രാഷ്ട്രീയമാണ്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങളെപ്പോലെ ഒരു അവതാരകൻ അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും ഇന്നലെ കണ്ടത്, ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആളുകളും തന്നെ കണ്ടിരുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ, അതോ ആ വൈകാരികമായോ? താങ്കളുടെ കണ്ണു നിറഞ്ഞോ അത് പറഞ്ഞപ്പോ? ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വീട്ടില്ലാത്ത വോട്ടർമാരുണ്ട്. അവർ മനുഷ്യജീവികളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ താങ്കൾക്ക് വികാരം വന്നോ? ശരിയല്ലേ വന്നേ? സത്യം പറ. പലർക്കും പല രീതിയിലാണെന്ന്. ഹാഷ്മി ഇവിടെ കിടന്ന മുമ്പിലെ ആ പ്രോംപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും ചിരി വരും. അത് പലർക്കും പല രീതിയിലാണെന്ന് എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും ചിരി വരണമെന്ന് അങ്ങോട്ട് വാദിക്കല്ലേ. ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാനും ആ സ്റ്റേറ്റ്മെന്റ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ, ഇനി അദ്ദേഹത്തോടുള്ള മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ, അതുമല്ല ഈ ചർച്ചയ്ക്കൊക്കെ ആധാരമായിട്ടുള്ള BJPയുടെ അടിക്കടി ഉണ്ടാകുന്ന വിജയങ്ങളാണോ നിങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നെനിക്കറിയില്ല. എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് നാടകമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹം കൃത്യമായിട്ടുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7 മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ അടക്കം പറഞ്ഞത് 0 കൂട്ടിയുള്ള വീട്ടു നമ്പറുകൾ വരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, ഈവൻ പാലങ്ങൾക്കടിയിൽ പോലും കിടക്കുന്ന ആളുകൾ, അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലുമുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് വീട്ടുപേരുകൾ പാലത്തിനടിയിൽ ഉറങ്ങുന്നവരാണോ എന്നാണ് പറഞ്ഞത്. വീടില്ലാത്തവരാണ്. ആ യുക്തിക്ക് ഈ പറഞ്ഞ HJ അച്ഛന്മാരെ പറ്റി ചോദിക്കാൻ കാര്യമായി. വേറെ വല്ലതൊക്കെ പറഞ്ഞ കമ്മീഷൻ നിങ്ങൾ എനിക്ക് മുമ്പ് രണ്ടുപേർ സംസാരിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛന്മാരെ പറ്റി ചോദിക്കാൻ കാര്യമായി. വേറെ വല്ലതൊക്കെ പറഞ്ഞ കമ്മീഷൻ. നിങ്ങൾ എന്റെ വട്ടപ്പൂജ വീടില്ലാത്തവരാണെന്ന് പറഞ്ഞെങ്കിൽ ഈ അച്ഛന്മാരുടെ പേരിൽ വേറെ വല്ലതൊക്കെ പറഞ്ഞു കളഞ്ഞ കമ്മീഷൻ ഇല്ലേ? ഇങ്ങനെ സംസാരിക്കുന്നത് ഹാഷ്മി, ഒരുപക്ഷെ ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളതും. ഇവിടെ ഈ ചർച്ചയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്കെതിരെ അഭിപ്രായങ്ങളുമുണ്ട്. നിങ്ങളോട് പല ചോദ്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്തതുമുണ്ട്. പക്ഷേ ഇതൊരു ചർച്ചയല്ലേ? നിങ്ങൾ എനിക്ക് അനുഭവിച്ച നമ്മുടെ ഈ ചർച്ചയിൽ, നിങ്ങളല്ല, നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എനിക്ക് അനുഭവിച്ച സമയത്ത് എനിക്ക് സംസാരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. അതിനോടുള്ള വിയോജിപ്പ് നിങ്ങൾ ചോദിക്കും. ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം നിങ്ങൾ പറയൂ. അതാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത്. വീടുകളില്ലാത്ത ആളുകളെ പോലും വോട്ട് ചെയ്യിക്കാനും അതിൽ ചേർക്കാനും വേണ്ടി അത്രമാത്രം ഒരു എഫോർട്ട് ഇലക്ഷൻ കമ്മീഷനകത്തുനിന്നും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അത്രത്തോളം ഇൻക്ലൂസീവ് ആണ് എന്നുമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതിന് ഏതിനൊക്കെയാണ് ഉത്തരം പറയേണ്ടത്? ഇപ്പോൾ അദ്ദേഹത്തിന് 7 പ്രസ് മീറ്റിൽ തന്നെ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ട് സംസാരിച്ചു. അദ്ദേഹം രണ്ടിടത്ത് ഇരട്ട വോട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വിട്ടു. പക്ഷെ സത്യം എന്തായിരുന്നു? കർണാടക ഇലക്ഷൻ പറയട്ടെ, കർണാടക ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞു എന്താണ്, ഇരട്ട വോട്ട് ഇല്ലായിരുന്നു. എത്രയാണ് ഞാൻ പറയട്ടെ. അദ്ദേഹം കൊണ്ടുവന്ന പ്രൂഫ് എന്താണ്? ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു ചിത്രം, അതിൽ രണ്ടിടത്തും ടിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന സ്ലിപ്പ്, അതിൽ 2 സ്ലിപ്പിൽ ടിക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പോളിംഗ് ഒരു ബൂത്തിൽ 2 വോട്ടല്ല ശ്യാമേ, 3 വോട്ടാ. ആയിക്കോട്ടെ, 2. ഇനി രാഹുൽ ഗാന്ധി എന്റെ ഹാഷ്മി, രാഹുൽ ഗാന്ധി 10 എന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ 20 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണെന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷനും പോളിംഗ് ഏജന്റുമാരും പറഞ്ഞില്ലേ? ഒരു ബൂത്തിൽ 3 വോട്ടുള്ള തെറ്റാന്ന് ആരും പറഞ്ഞില്ല. എന്താ അവര് വോട്ട് ചെയ്തോ സംശയമാ പറഞ്ഞേ. അദ്ദേഹം കൊടുത്ത പ്രൂഫ് തെറ്റാണെന്ന് പറഞ്ഞു. അതെ, ആ പ്രൂഫ് എന്താ? രണ്ടാമത് വോട്ട് ചെയ്ത കാര്യമല്ലേ? രണ്ടാമത് വോട്ട് ചെയ്ത കാര്യമല്ലേ? ഇതെന്ത് ലോജിക്കാണ്? അതിൽ ഈ പറയും അല്ലല്ല ശ്യാമൻ മനസ്സിലാവാത്തല്ല.
ഈ ഇലക്ഷൻ താറിനെ പറ്റി നല്ല ബോധ്യമുള്ള വർക്ക് ചെയ്തിട്ടുള്ള ശ്യാമിന് മനസ്സിലാവാത്ത കാര്യമല്ല. അതിനകത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിംഗ് ടിക്ക് ചെയ്തോട് ഞങ്ങളുടെ രേഖയല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ രേഖയല്ലെന്ന് അത് വെച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. 2 വോട്ടല്ല 3 വോട്ട് ഒറ്റ ബൂത്തിൽ വോട്ട് ചെയ്തെന്നുള്ളതിന് പ്രൂഫില്ല. ഇരട്ട വോട്ട് ചെയ്തു എന്നുള്ളതിന് പ്രൂഫില്ല എന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ആ വ്യക്തിയും പറഞ്ഞു. എങ്കിൽ എന്തുകൊണ്ട് പ്രൂഫ് കൊടുക്കുന്നില്ല? അല്ല 3 വോട്ടുള്ളതിന് പ്രൂഫില്ലായിട്ടുണ്ടോ? എന്റെ ഹാഷ്മി, രാഹുൽ ഗാന്ധി നിങ്ങൾ മാധ്യമങ്ങൾക്കിടയിൽ വലിയ പ്രൂഫാണെന്ന് പറഞ്ഞ് കാണിച്ചത് എന്താണ്? ഒരു വോട്ടർ പട്ടികയുടെ 2 ചിത്രങ്ങൾ, 2 കാർഡുകൾ, അതിൽ 2 ടിക്ക് ചെയ്തേക്കാണ്. എന്നിട്ട് പറയുകയാണ് പോളിംഗ് ഏജന്റ് അതിൽ സൈൻ ചെയ്തതാണെന്നല്ല, ടിക്ക് ചെയ്തതാണെന്ന്. അത് കള്ളമാണെന്നാണ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. കള്ളമായത് എന്താണ്? ഞാൻ പറയട്ടെ, അവാസ്തവം പറയല്ലേ? കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് 2 വോട്ട് ചെയ്തതിന് പ്രൂഫില്ലെന്നാ പറഞ്ഞത്, 3 വോട്ടില്ലെന്ന് പറഞ്ഞില്ല. കേട്ടില്ല എന്താണ് 2 വോട്ടിലെന്ന് പറഞ്ഞു. ഇപ്പൊ അനുരാഗ് താക്കൂറുടെ വാർത്താ സമ്മേളനം നടത്തി പച്ചക്കള്ളം പറഞ്ഞു. എന്താണ് മൈമുന എന്ന് പറയുന്ന ഒരു വോട്ടർ ഒന്ന്, അത് 3 വോട്ടർമാരെ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ കള്ളമല്ല പറഞ്ഞത്. ഇപ്പൊ ഈ വിഷയത്തിൽ നിന്ന് മാറിയോ? ഇല്ല, മാറില്ല. നിങ്ങൾ ശകുണ്ട്രായ മാത്രം നിൽക്കണ്ട, ഒറ്റ മിനിറ്റ്. ഇല്ല ശകുണ്ട്രായൊക്കെ പൊളിഞ്ഞ്, ഇല്ല ശ്യാമേ, ശകുണ്ട്രായൊക്കെ പൊളിഞ്ഞ് കാട്ടിക്കയറിയ കേസാ. അത് തന്നെ പറഞ്ഞു നിൽക്കല്ലേ മറുപടി ഇല്ലെങ്കിൽ. നിങ്ങളുടെയാണെന്ന് രാജ്യത്തിന് മൊത്തം മനസ്സിലാവുന്നുണ്ട്. ശകുണ്ട്രായ്ക്ക് 2 വോട്ടല്ല 3 വോട്ടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിക്ക് തെറ്റി. 2 അല്ല 3 വോട്ടുണ്ട് ശകുണ്ട്രായ്ക്ക്. ആദിത്യ റായ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പൊളിഞ്ഞടങ്ങാണെന്ന് രാഹുൽ ഗാന്ധിയെക്കാരും വലിയ കള്ളമാണ് ഇവിടുന്ന് ഹാഷ്മി പറയുന്നത്. ഏഷ്യാനിലെ പ്രശാന്ത് ചോദിക്കുന്നു, കേരളമടക്കം ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നു, അന്വേഷിക്കുമോ? ആ കമ്മീഷൻ മറുപടിയില്ല. കോരിച്ചൊരിയുന്ന പെരുമഴക്കാലത്ത് എന്തിനാണ് തിടുക്കപ്പെട്ട SIR? പരഞ്ജോയ് ഗുഹ കർത്തകളുടെ എണ്ണം പറഞ്ഞ് 3 ചോദ്യങ്ങൾ മറുപടിയില്ല. വെട്ടിക്കളഞ്ഞ 65,000 വോട്ടർമാരുടെ പേര് പുറത്തുവിടാൻ സുപ്രീം കോടതി ഇടപെടുന്നത് എന്താണ്? മറുപടിയില്ല. രാഹുൽ മാത്രമല്ല അനുരാഗ് താക്കൂർ പ്രശ്നം ഉന്നയിച്ചല്ലോ, അന്വേഷണം വേണ്ടേ? മറുപടിയില്ല. ഈ മറുപടി ഇല്ലായ്മയിൽ നിങ്ങൾ ഒരു ശകുണ്ട്രായെ കൊണ്ടുവച്ച നടക്കുമോ ശ്യാമേ? എന്റെ ഹാഷ്മി, നിങ്ങൾ രാഹുൽ ഗാന്ധിയാകണം, വലിയ രാഹുൽ ഗാന്ധി ആവല്ലേ? എന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി തരാൻ വേണ്ടി സിസ്റ്റം ഒന്നും, ആകെ ഒരു TV ഇരിപ്പുണ്ട്, അതിൽ നമ്മളെല്ലാം ഇരിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പോയിന്റിൽ നിന്ന് മാറല്ലേ? ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒച്ചപ്പാടിനാക്കല്ലേ, ബഹളം വയ്ക്കല്ലെന്ന്. എന്തായാലും ഈ ഇവിടെ ഇരിക്കുന്ന 4 പേർക്ക് ഞാൻ തന്നെ ഉത്തരം തരണമല്ലോ. ശകുൻറാണിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവർ ഇരട്ട വോട്ട്, അവർ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അവർക്ക് 2 വോട്ട് ഉണ്ടായി എന്നുള്ളതാണോ, 2 വോട്ട് ചെയ്തു എന്നുള്ളതാണോ? അവർക്ക് 3 വോട്ട് ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. ആയിക്കോട്ടെ, അവർക്ക് 2 അല്ല, ഒറ്റ ബൂത്തിൽ 3 വോട്ട് ഉണ്ടെന്നാണ് പ്രശ്നം. അല്ലെന്ന് ശ്യാമിന് ആരെങ്കിലും അറിയാവോ? HIJK എന്ന് പേരുള്ള ഒറ്റ അച്ഛന്റെ പേരെ അറിയോ ശ്യാമിന്? ശ്യാംരാജിന് ABCD എന്ന് പേരുള്ള ഒറ്റ അച്ഛനെ അറിയാവോ ശ്യാമിന്? കേരളത്തിലുണ്ടായിരുന്ന ഏത് ABCD അച്ഛനോ? എനിക്കറിയില്ല. ഹാഷ്മിക്ക് അറിയാമെങ്കിൽ എനിക്കറിയില്ല, അതല്ല പ്രശ്നം. ഈ രാജ്യത്തെ ഒരു വോട്ടർക്കും അറിയില്ല. ABCD EFG എന്ന് അക്ഷരമാല അച്ഛന്മാർ ഈ രാജ്യത്തെ ഒരു വോട്ടർക്കും അറിയില്ല ശ്യാമേ. ആക്ഷേപം ഉന്നയിക്കണമെന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും ഉണ്ടോന്ന്. അതിന് ആക്ഷേപം ഉന്നയിക്കണം. നിങ്ങൾ വോട്ടർ ലിസ്റ്റ് നിങ്ങൾ പഠിക്കുന്നില്ലേ? ഒരാൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്രയോ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാതെ? ഒന്ന് കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും, പുറത്തിറക്കും. ഞാൻ പറയട്ടെ ഹാഷ്മി, അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ വരുത്താം. ഇല്ലേ, തിരുത്തലുണ്ടെങ്കിൽ വരുത്തിക്കൂടെ? അതിനുശേഷം തിരുത്തി കഴിഞ്ഞിട്ട് അതിന്റെ ഫെയർ പട്ടിക പുറത്തിറക്കത്തില്ലേ? ഇനി നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ക്രമ നമ്പർ ഉറക്കെ വിളിച്ചു പറയും. അവിടെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളാണോ ആ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാ ആളുകളും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ക്രമ നമ്പരും വോട്ടർ പട്ടികയിലുള്ള നിങ്ങളുടെ പേരിന് നേരെ ടിക്ക് ചെയ്യും. ഇങ്ങനെ ഇത്ര ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള സംവിധാനത്തോടെ പോകുന്നല്ലേ? അപ്പോഴൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇനി നോക്കൂ, ഇന്ന് ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്? തൃശ്ശൂരടക്കം തിരുവനന്തപുരത്തടക്കം പലയിടങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ഞങ്ങൾ എന്താണ് ചെയ്തത്? ചെയ്യേണ്ട സമയത്ത് പരാതി കൊടുത്തു. ശരി ശ്യാമേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പഴകിയ വാദങ്ങളാണ്. ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടായില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ABCD EFG അച്ഛന്മാർ എങ്ങനെ വന്നു വോട്ടർ ലിസ്റ്റിൽ എന്ന ചോദ്യത്തിനെങ്കിലും കമ്മീഷൻ മറുപടി പറയണ്ടേ ശ്യാമേ? നിങ്ങൾക്ക് പറഞ്ഞു തോന്നുന്നു പറയാനല്ലേ. HIJK LMNO അച്ഛന്മാർ എങ്ങനെ കമ്മീഷൻ ആയിരക്കണക്കിനായി വന്നു എന്ന് മറുപടി പറയണ്ടേ ശ്യാമേ? അതിന് പരാതി കൊടുത്താൽ പറ്റുമോ? അതിന് പരാതി കൊടുക്കേണ്ട ആ സമയത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇത് അവസാനം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ശരി, ആ സമയത്ത് കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിക്കാത്ത ഒരു മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ളവോട്ട് അന്വേഷിക്കുന്ന ഒറ്റ വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത എന്താ? കള്ളം പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിടും എന്ന് പറയാൻ ധൈര്യമില്ലാത്ത എന്താ? അനുരാഗ് താക്കൂർ വാർത്താ സമ്മേളനം നടത്തില്ല, അദ്ദേഹം പറഞ്ഞ എന്താ? മൊത്തം കള്ളവോട്ടാന്നല്ലേ പറഞ്ഞേ? രാഹുൽ ഗാന്ധിയൊക്കെ ഞാനല്ല, അനുരാഗ് താക്കൂർ ആയേ. ശ്യാംരാജെ രാഹുലിനേക്കാൾ ഒരു രാഹുലാവുന്ന ഞാനല്ല, അനുരാഗ് താക്കൂറാ. ഞാൻ തിരിച്ചു പറയണമെന്ന്. രാഹുൽ ഗാന്ധി തുടക്കത്തിൽ മുതലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആദ്യം അദ്ദേഹം പറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ അസംബ്ലി മണ്ഡലങ്ങളിലെ ലീഡ് പോലും അദ്ദേഹം തെറ്റിയിട്ടില്ല പറഞ്ഞത്. 1 ലക്ഷത്തിലധികം കള്ളവോട്ടെന്ന ആരോപണത്തിന് മുന്നിൽ ഉത്തരവില്ലാതെ നിൽക്കുക ശ്യാംരാജിന്റെ പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനും. മറുപടി രാജ്യത്തിന് വേണ്ടതാണ് ശ്യാമേ. അവിടെ മുതൽ അദ്ദേഹത്തിന് തെറ്റാണെന്ന്. ശരി, ഞാൻ തിരികെ